വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക്കപ്പ് ക്ലാസ്സസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊരു മെക്കാനിക്കൽ റിലേറ്റഡ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഈ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നോ രണ്ടോ വെയിറ്റ് അനുസരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഈ റെഫ്രിജറേഷന്റെ പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The efficiency of Carnot cycle is 0.75. If the cycle is reversed, its COP as heat refrigerator is എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് സൈക്കിൾ നമുക്ക് തന്നിട്ടുണ്ട് 0.75 എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു റെഫ്രിജറേറ്ററിന്റെ ആ കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു റെഫ്രിജറേറ്ററിന്റെ COP എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിയാണ്. അത് നമുക്ക് എന്താണ് 1/COP ഓഫ് എ ഹീറ്റ് പമ്പാണ്. ഈ റിലേഷൻ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. അത് വ്യക്തമായിട്ട് അറിയാം. ഒരു കാർനോട്ട് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരേ ടെമ്പറേച്ചർ ലിമിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു കാർനോട്ട് എഞ്ചിനും അതേ ടെമ്പറേച്ചർ ലിമിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് പമ്പും എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം ഇതാണ്. അവരുടെ പെർഫോമൻസ് തമ്മിലുള്ള ബന്ധം ഇതാണ്. എഫിഷ്യൻസി ഓഫ് എൻ എഞ്ചിൻ കാർനോട്ട് എഞ്ചിൻ ഈസ് ഈക്വൽ ടു 1/COP ഓഫ് ഹീറ്റ് പമ്പ് എന്നാണ്. വീണ്ടും COP ഓഫ് ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും തമ്മിൽ ഒരു ബന്ധമുണ്ട്. COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1+COP ഓഫ് റെഫ്രിജറേറ്റർ ആണ്. തിയറി പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. ഈ റിലേഷൻ ഒക്കെ ഒത്തുവരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന മെഷീൻസ് ഒക്കെ ഒരു സെയിം ടെമ്പറേച്ചർ ലിമിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ കുറച്ച് കണ്ടീഷൻ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ COP ഓഫ് എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ ഗിവൺ ആണ്. കണ്ടുപിടിക്കേണ്ടത് COP ഓഫ് റെഫ്രിജറേറ്റർ ആണ്. എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ അറിയാമെങ്കിൽ എനിക്ക് COP ഓഫ് ഹീറ്റ് പമ്പ് കണ്ടുപിടിക്കാം. COP ഓഫ് ഹീറ്റ് പമ്പ് അറിയാമെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? COP ഓഫ് റെഫ്രിജറേറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ COP ഓഫ് ഹീറ്റ് പമ്പ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു 1/എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ എന്ന് എഴുതാലോ അല്ലെ. അപ്പോൾ 1/ എന്ത് വരും? 0.75. 0.75 എന്ന് പറഞ്ഞാൽ 3/4 അങ്ങനെ പറയാം. 3/4 ഈക്വൽ ടു മോളിൽ 4/3 എന്ന് വരും അല്ലെ. COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് 4/3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ COP ഓഫ് ഹീറ്റ് പമ്പ് 4/3 ആണെങ്കിൽ റിലേഷനിൽ ഞാൻ അയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ COP ഓഫ് റെഫ്രിജറേറ്റർ എന്ത് കിട്ടും? COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു 4/3 - 1 കിട്ടും അല്ലെ. ഇറ്റ് ഈക്വൽ ടു 1/3 അഥവാ 0.33 ആയിരിക്കും ഈ പറയുന്ന റെഫ്രിജറേറ്ററിന്റെ COP. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരേ ടെമ്പറേച്ചർ ലിമിറ്റിൽ വർക്ക് ചെയ്യുന്ന കാർനോട്ട് എഞ്ചിനും കാർനോട്ട് റെഫ്രിജറേറ്ററും കാർനോട്ട് ഹീറ്റ് പമ്പും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഏത് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. Then second question, 2 reversible refrigerators are arranged in series and their COP are 4 and 5 respectively. The COP of composite refrigeration system would be. അതായത് സാധാരണ നമ്മൾ എഞ്ചിൻസിനെയൊക്കെ സീരീസ് ആയിട്ട് നമ്മൾ എന്താണ് തെർമോഡൈനാമിക്സിലൊക്കെ എഞ്ചിൻസിനെ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ 2 റിവേഴ്സിബിൾ റെഫ്രിജറേറ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്തേക്കണേ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. എന്നിട്ട് അതിൽ ഒന്നാമത്തെ റെഫ്രിജറേറ്ററിന്റെ COP 4 ആണെന്നും രണ്ടാമത്തെ റെഫ്രിജറേറ്ററിന്റെ COP എന്ന് പറയുന്നത് 5 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോമ്പോസിറ്റ് റെഫ്രിജറേറ്റർ രണ്ടുപേരുടെയും കൂടി എഫക്റ്റില് എനിക്ക് എന്തായിരിക്കും COP കിട്ടുന്നത് എന്താണ് ചോദ്യം. ആ ഒരു കോമ്പോസിറ്റ് റെഫ്രിജറേറ്ററിന്റെ രണ്ടുപേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പോസിറ്റ് റെഫ്രിജറേറ്ററിന്റെ COP എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ എത്രയും പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും ചെയ്തിരിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പൊ ഈ ഒരു റിലേഷൻ ഓർത്ത് കഴിഞ്ഞാൽ COP ഓഫ് എ കോമ്പോസിറ്റ് റെഫ്രിജറേറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ COP ഓഫ് ആ ഫസ്റ്റ് റെഫ്രിജറേറ്റർ ഇൻറ്റു COP ഓഫ് സെക്കൻഡ് റെഫ്രിജറേറ്റർ ഡിവൈഡഡ് ബൈ 1+COP ഓഫ് ഫസ്റ്റ് റെഫ്രിജറേറ്റർ പ്ലസ് COP ഓഫ് സെക്കൻഡ് റെഫ്രിജറേറ്റർ. ഇതില് ഈ പറയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഫസ്റ്റ് റെഫ്രിജറേറ്ററിന്റെ COP എന്താണ്? 4 ആണ്. സെക്കൻഡ് റെഫ്രിജറേറ്ററിന്റെ എന്താണ്? 5 ആണ്. ഡിവൈഡഡ് ബൈ 4 × 5 ഡിവൈഡഡ് ബൈ 1+ COP ഓഫ് ഫസ്റ്റ് റെഫ്രിജറേറ്റർ 4 ആണ് പ്ലസ് രണ്ടാമത്തെ 5 ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 10 2 ആയിരിക്കും നമ്മളുടെ ആൻസർ വരിക. ഓപ്ഷൻ ബി. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഫിഗറോ കാര്യങ്ങളൊക്കെ വരച്ച് നമ്മൾ സമയം കളയരുത്. എന്ത് ചെയ്യണം? ഈ റിലേഷൻ അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരണം. അതുകൊണ്ടാണ്
ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുന്നുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് വേണമെന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, then third question, the following data refer to a vapor compression refrigerator. ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്ററിന്റെ കുറച്ച് ഡാറ്റാസ് നമുക്ക് ഇവിടെ ഗിവൺ ആണ്. എൻതാൽപി അറ്റ് കംപ്രസർ ഇൻലെറ്റ് 1200 തന്നിട്ടുണ്ട്. എൻതാൽപി അറ്റ് കംപ്രസർ ഔട്ട്ലെറ്റ് 1400 കിലോജൂൾ പെർ കിലോഗ്രാം. എൻതാൽപി അറ്റ് കണ്ടൻസർ ഔട്ട്ലെറ്റ് 200 കിലോജൂൾ പെർ കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഒരു ബേസിക് ഐഡിയ നമുക്കൊന്ന് അറിയണം. ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം VCRS നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് 4 കമ്പോണൻസാ വരിക. ഒന്ന് ഒരു ഇവാപ്പറേറ്റർ, ദെൻ അതിന് കഴിഞ്ഞാൽ ഒരു കംപ്രസർ, ദെൻ കംപ്രസറിൽ നിന്ന് പുറത്തിറങ്ങുന്ന റെഫ്രിജറന്റ് പോകാൻ പോകുന്നത് ഒരു കണ്ടൻസറിലേക്കായിരിക്കും. അതിനുശേഷം അയാളൊരു എക്സ്പാൻഷൻ വാൽവിലേക്ക് വരും. വീണ്ടും ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഇവാപ്പറേറ്ററിൽ എത്തും. അപ്പോൾ ഇതാണ് ഈ ഒരു ഓർഡർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഇവാപ്പറേറ്ററിൽ നിന്ന് ഇറങ്ങി കംപ്രസറിൽ പോകും റെഫ്രിജറന്റ്, കംപ്രസറിൽ നിന്ന് ഇറങ്ങി കണ്ടൻസറിൽ പോകും, കണ്ടൻസറിൽ നിന്ന് ഇറങ്ങിയ ആള് എക്സ്പാൻഷൻ വാൽവിലേക്ക് അയാൾ പോകും. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ നോക്കിയേ, എൻതാൽപി അറ്റ് ദ കംപ്രസർ ഇൻലെറ്റ്, അത് കംപ്രസറിന്റെ ഇൻലെറ്റ് ഞാൻ 1 എന്ന് വിളിക്കുകയാണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കംപ്രസറിന്റെ ഔട്ട്ലെറ്റ് 2 എന്ന് വിളിക്കുകയാണ്. ദെൻ കണ്ടൻസർ ഇൻലെറ്റ് അപ്പോൾ 2 തന്നെയാണ്, ഔട്ട്ലെറ്റ് 3 എന്ന് വിളിക്കുകയാണ്. ദെൻ എക്സ്പാൻഷൻ വാൽവിന്റെ ഇൻലെറ്റ് 3 ആണ്, അതിന്റെ ഔട്ട്ലെറ്റ് 4 ആണ്. സ്വാഭാവികമായിട്ടും ഈ 4 എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും ഇവാപ്പറേറ്ററിലേക്ക് ആൾ കയറുന്നത്. ദെൻ ഇവാപ്പറേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടീഷൻ 1 എന്ന് വിളിക്കുകയാണ്. ദെൻ ഇതിന്റെ ഒരു pH ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ പ്രഷർ എൻതാൽപി ഡയഗ്രാം വെച്ചിട്ടാണ് സാധാരണ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാറ്. pH ഡയഗ്രാം, പ്രഷർ എൻതാൽപി ഡയഗ്രാം. അപ്പൊ പ്രഷർ എൻതാൽപി ഡയഗ്രത്തിന് ഞാൻ ഈ വരച്ചത് പ്രകാരം എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവാപ്പറേറ്റർ 4 to 1 ആണല്ലേ, 4 to 1. ദെൻ കംപ്രസർ 1 to 2. ദെൻ ഇതാണ് കണ്ടൻസർ എന്ന് പറയുന്ന ആള്. ദെൻ 3 to 4 എന്ന് പറയുന്ന എക്സ്പാൻഷൻ ഒരു പ്രത്യേകതയുണ്ട്, അത് ഐസ് എൻതാൽപിക് ആണ്. എൻതാൽപി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ H3 = H4 ആയിരിക്കും ഈ ഒരു കണ്ടീഷനിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 4 to 1 ആണ് ഇവാപ്പറേറ്ററിലെ പ്രോസസ്സ്, 1 to 2 ആണ് കംപ്രസറിലെ പ്രോസസ്സ്, 2 to 3 ആണ് നമ്മൾ വരച്ച ഫിഗർ പ്രകാരം കണ്ടൻസറിലെ പ്രോസസ്സ്, 3 to 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു എക്സ്പാൻഷൻ പ്രോസസ് ആണ്, അത് ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ ആണ്. അതായത് 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സിലെ എൻതാൽപി കോൺസ്റ്റന്റ് ആണ്, H3 = H4 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഏതൊക്കെ വാല്യൂസ് ആണെന്ന് അറിയാം അല്ലെ. ഓക്കെ, എൻതാൽപി അറ്റ് ദ കംപ്രസർ ഇൻലെറ്റ്, കംപ്രസറിന്റെ ഇൻലെറ്റ് 1 ആണുള്ള പോയിന്റ്, ഈ പോയിന്റ്. അപ്പൊ അതിനെ H1 എന്ന് എനിക്ക് വിളിക്കാം അല്ലെ. ആ H1 എനിക്ക് ഗിവൺ ആണ്, ഇവിടെ തന്നെ എഴുതാം. H1 എനിക്ക് ഇവിടെ ഗിവൺ ആണ്. എത്രയാണ്? 1200 കിലോജൂൾ പെർ കിലോഗ്രാം. എൻതാൽപി അറ്റ് ദ കംപ്രസർ ഔട്ട്ലെറ്റ് പോയിന്റ് ഏതാ? 2 ആണ് അല്ലെ. അപ്പൊ 2 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ 2ലെ എൻതാൽപി H2 എന്ന് വിളിക്കാം, H2. ആ H2 ആണ് ഇവിടെ ഗിവൺ ആയിട്ടുള്ളത്. ഏതാണ്? 1400 കിലോജൂൾ പെർ കിലോഗ്രാം. ദെൻ എൻതാൽപി അറ്റ് കണ്ടൻസർ ഔട്ട്ലെറ്റ്, കണ്ടൻസറിന്റെ പുറത്തുള്ള കണ്ടീഷൻ ഞാൻ 3 എന്നാണ് മാർക്ക് ചെയ്തേക്കണേ അല്ലെ. ദേ ഇവിടെ 3 അല്ലെ. അപ്പൊ H3 എനിക്ക് തന്നിട്ടുണ്ട്. H3 എത്രയാണ്? 200 കിലോജൂൾ പെർ കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ COP ഓഫ് ദിസ് റെഫ്രിജറേറ്റർ? അങ്ങനെ COP കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ്, റെഫ്രിജറേറ്റർ ആണല്ലോ, ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ എന്നാണ് നമ്മൾ അയാളെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അയാൾ എനിക്ക് എൻതാൽപിയുടെ ടേംസിൽ എഴുതാം അല്ലെ. 4 to 1 ആണല്ലോ ഈ പറയുന്ന ഇവാപ്പറേറ്ററിൽ നടക്കുന്ന എൻതാൽപി ചേഞ്ച് അല്ലെ. അത് തന്നെയാണ് അവിടെ നിന്ന് അയാൾ എടുക്കുന്ന ഹീറ്റിന്റെ കണ്ടന്റും അല്ലെ. 4 എന്ന് പറയുന്ന അവസ്ഥയിൽ കയറി 1 എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇറങ്ങുന്നത്. അപ്പൊ 4 to 1 ആണ് അവിടെ ഇവാപ്പറേറ്ററിന്റെ അകത്തെ പ്രോസസ് എങ്കിൽ H1 - H4, H1ൽ നിന്നും H4 കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് എമൗണ്ട് കിട്ടും. ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 ആണല്ലോ കംപ്രസറിന്റെ അകത്തുള്ള പ്രോസസ്സ്. അപ്പൊ അയാൾ എനിക്ക് എൻതാൽപിയുടെ ടേംസിൽ എഴുതാം H2 - H1, H2 - H1 which is equal to H1 എനിക്ക് അറിയാലോ എത്രയാണ്? 1200 മൈനസ് H4 എനിക്ക് അറിയാലോ എത്രയാണ്? H4 എനിക്ക് ക്വസ്റ്റനിൽ ഗിവൺ അല്ല, H3 ആണ് ഗിവൺ അല്ലേ. പക്ഷെ ഞാനിവിടെ പറഞ്ഞു H3യും H4ഉം ഈക്വൽ ആണ്, തുല്യമാണ്. അപ്പോ H4ന് പകരം H3 കൊടുത്താലും മതി. 200 ഡിവൈഡഡ് ബൈ H2 - H1. H2 എത്രയാണ്? 1400. H1 എത്രയാണ്? 1200. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1000 ഡിവൈഡഡ് ബൈ 200 അല്ലെ, 5 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. അപ്പൊ ഇതൊരു
ബേസിക് ഐഡിയ വെച്ച് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തന്നെ ടൈം ഒക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ സംഭവം ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ പഠിച്ച ഒരാളാണെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് വരും എന്താണ് COP കണ്ടുപിടിക്കാൻ H1 - H4 ഡിവൈഡഡ് ബൈ H2 - H1 ആണ് ഇക്വേഷൻ എന്ന് മനസ്സിലേക്ക് വരും. വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പോയിന്റ് കൊടുക്കുമ്പോൾ മാറിപ്പോയത് 1ഉം 2ഉം 3ഉം 4 ഒക്കെ ഞാൻ ഈ കൊടുത്ത രീതിയിൽ കൊടുത്താൽ മാത്രമാണ് എന്ത് ഈ പറയുന്ന ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പോയിന്റ് മാറുന്നതനുസരിച്ചിട്ട് എന്താൽപ്പിയുടെ ടേംസും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, then fourth question, during dehumidification process dash remains constant. ഒരു എയർ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സൈക്രോമെട്രിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ആ പ്രോസസ്സിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ്? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണോ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണോ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണോ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണോ എന്നുള്ളതാണ്. ഇതൊരു ചാർട്ടിനെ സൈക്രോമെട്രിക് ചാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇയാളെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒറ്റ കാര്യം അറിയണം, ആ ചാർട്ടിൽ വരുന്ന ഈ ടേംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഒരു സൈക്രോമെട്രിക് ചാർട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അയാളുടെ എക്സ് ആക്സിസിൽ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെ കൊടുക്കും. എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കൊടുക്കും. ദെൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, വൈ ആക്സിസിൽ, നമ്മൾ ഈ റൈറ്റ് സൈഡിലെ വൈ ആക്സിസിൽ നമ്മൾ പറയുന്നത്. ദെൻ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ആണ്. ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ്. ആ സമയത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒരുപാട് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കും. അതിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം എന്താണ്, ഒരു കോൺസ്റ്റന്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ നിന്നുകൊണ്ട് മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണിത് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പൊ ആദ്യം ഇയാളുടെ 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നിന്ന് വിചാരിക്കാം. അപ്പൊ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ട് മോയ്സ്ചറിനെ അയാൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ω1 അല്ലെങ്കിൽ W1 നിന്നും W2 അയാളുടെ മോയ്സ്ചർ താഴും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി താഴും. പക്ഷെ ആര് കോൺസ്റ്റന്റ് ആണ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. dBT1 = dBT2 ആണെന്ന് എനിക്ക് പറയാം ആ പ്രോസസ്സ് കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഡ്യൂറിംഗ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ആരാണ് കോൺസ്റ്റന്റ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് എനിക്ക് ഇവിടെ കിട്ടി. ബാക്കിയുള്ള പോയിന്റുകളെ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ 1 എന്ന് പറയുന്ന വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, 1 എന്ന് പറയുന്ന പോയിന്റിലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകണം. ഇവിടെ ഒരു സ്കെയിൽ ഉണ്ടാവും, ഇവിടെ മെഷർ ചെയ്യണം. 2 എന്ന് പറയുന്ന പോയിന്റിൽ ആരാന്ന് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അറിയണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ TW1 എന്നും ഇവിടെ TW2 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടും. എന്തായാലും TW1 ഉം TW2 ഉം രണ്ട് ഡിഫറെന്റ് വാല്യൂസ് ആണല്ലോ. ആണ്, അവിടെ ആരല്ല, സെയിം ആയിട്ട് റിമെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല, ഇളവെട്ടി. ദെൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ ആ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ കെർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്. കെർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്. ഇതാണ് 1 എന്ന് പറയുന്നത്, 1 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ദെൻ 2 എന്ന് പറയുന്ന പോയിന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5.2 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതും വ്യത്യാസം ഉണ്ടല്ലോ. 5.1 = 5.2 ആണോ? അല്ല, അതും കോൺസ്റ്റന്റ് അല്ല, അതിനെ ഞാൻ അവിടെ വെട്ടി. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമ്മൾ കണ്ടല്ലേ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W1 ഇവിടെയായിരുന്നു, W2 ഇവിടെയാണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പൊ ഈ ഒരു കേസിൽ ഡീഹ്യൂമിഡിഫിക്കേഷന്റെ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്, അത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സംഭവം എന്താണ് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The latent heat load in a auditorium is 25% of sensible heat load. The value of sensible heat factor is. ഇതാണ് ചോദ്യം. സിമ്പിൾ ആണ്, ഒറ്റ റിലേഷൻ അറിഞ്ഞാൽ മതി. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റന്റ് ഹീറ്റ് എന്നാണ്. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട റിലേഷൻ ഇതാണ്. സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ്. ആ ടോട്ടൽ ഹീറ്റിനാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റന്റ് ഹീറ്റ് നമ്മൾ എഴുതുക. അപ്പൊ ഇവിടെ ഒരു ബന്ധം പറയുന്നുണ്ട്. ഈ സെൻസിബിൾ ഹീറ്റും ലേറ്റന്റ് ഹീറ്റും തമ്മിൽ ഒരു ബന്ധം ഇവിടെ പറയുന്നുണ്ട് അല്ലേ. എന്താണ് ബന്ധം? ലേറ്റന്റ് ഹീറ്റ് ലോഡ് ഈസ് 25% ഓഫ് സെൻസിബിൾ ഹീറ്റ് ലോഡ്. ലേറ്റന്റ് ഹീറ്റ് ലോഡ് എന്ന് പറയുന്നത് 25, സെൻസിബിൾ ഹീറ്റ് ലോഡിന്റെ 25% പറയുന്നത്. അല്ലെങ്കിൽ 0.25 എന്ന് പറയാം. ലേറ്റന്റ് ഹീറ്റിന്റെ സ്ഥാനത്ത് 0.25 സെൻസിബിൾ ഹീറ്റ് എന്ന് കൊടുത്താലും മതി. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സെൻസിബിൾ ഹീറ്റ് അവിടെ തന്നെ കടന്നോട്ടെ, ഡിവൈഡഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റന്റ് ഹീറ്റ് ആരാണ്, 0.25 സെൻസിബിൾ ഹീറ്റ്. അപ്പൊ സെൻസിബിൾ ഹീറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ എടുത്ത് എനിക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ആ മുകളിൽ ബാക്കി ഒരു 1 വരും. ഇവിടെ സെൻസിബിൾ ഹീറ്റ് ഒരു 1 വരും. ഇവിടെ 0.25 വരും. 1 ഡിവൈഡഡ് ബൈ 1.25
0.25 ആണ് നമ്മളുടെ ആൻസർ. 0.8 എന്ന് കിട്ടും. ഓപ്ഷൻ സി 0.8 ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഈ ഒരു സീരീസിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാണാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.